ഈ മഴയിൽ വെള്ളമില്ല. ലോകത്തുണ്ടായ വിചിത്രമായ ചില മഴകളുടെ കഥകൾ കേട്ടാലോ? ആകാശത്തു നിന്നും മഴത്തുള്ളികൾ പോലെ ജീവികൾ പെയ്തിറങ്ങിയാലോ? ലോകത്ത് അത്തരം മഴകൾ ഉണ്ടായിട്ടുണ്ട്. 1794 ഫ്രഞ്ച് പട്ടണമായ ലില്ലയിൽ തവളമഴ ഉണ്ടായതായിട്ട് രേഖകളിലുണ്ട്. എല്ലാ വേനൽക്കാലത്തും മത്സ്യമഴ ഉണ്ടാകുന്നതായി ഹോണ്ടുറാസിലെ യോറോയിലെ ഗ്രാമവാസികൾ പറയുന്നു. ലൂവിയ ഡി പെസസ് എന്നാണ് അവരതിനെ വിളിക്കുക. പക്ഷിമഴയെ പറ്റി കേട്ടിട്ടുണ്ടോ? 2022 വടക്കൻ മെക്സിക്കോ സംസ്ഥാനമായ ചിവാവയിൽ പെയ്തത് പക്ഷിമഴയായിരുന്നു. 100 കണക്കിന് പക്ഷികള് ജീവനില്ലാതെ വലിയ മഴ പോലെ താഴേക്ക് ചിതറി വീണു. ഈ വിചിത്ര ദൃശ്യം സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞു. മഞ്ഞത്തലയുള്ള കറുത്ത പക്ഷികള് തെരുവുകളിലും മേൽക്കൂരകളിലും പരന്നു കിടന്നു. ഇതിന്റെ വിശദീകരണം തേടിയ അധികൃതർക്ക് 2 ഉത്തരം കിട്ടി. ഒന്ന്, കൂട്ടമായി പറന്നുപോയ പക്ഷികൾക്ക് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റിരിക്കാം. അവ കൂട്ടത്തിലുള്ളവരെ തട്ടി അവർക്കും ഷോക്കേറ്റിട്ടുണ്ടാവും. അങ്ങനെ ചങ്ങല പോലെ ഷോക്കേൽക്കൽ തുടരുകയും പക്ഷികൾ ജീവനറ്റ് മഴ പോലെ താഴേക്ക് വീഴുകയും ചെയ്തതാവാൻ ഇടയുണ്ട്. അടുത്ത കാരണം, പറക്കുന്ന വഴിയിൽ വിഷപ്പുക എന്തെങ്കിലും ശ്വസിച്ചതാവാം, അറിയില്ല. 8 കാലിപ്പെയ്ത്ത്. 2013 ബ്രസീലിലെ പരാനയിൽ മഴ പോലെ പെയ്തത് 8 കാലികളായിരുന്നു. കൂട്ടമായി താമസിക്കുന്ന ഇത്തരം 8 കാലികൾ 2015 ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിനടുത്തുള്ള ഗൗൾബേണിലും പെയ്തിറങ്ങി. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, സാധാരണയാണ് എന്നായിരുന്നു വിദഗ്ധരുടെ വിശദീകരണം. 8 കാലികൾ കൊടുങ്കാറ്റിലോ മറ്റോ പെട്ട് വല പൊട്ടി കൂട്ടത്തോടെ താഴേക്ക് വീഴുന്നതാണത്രേ. വാൽമാക്രി മഴ. 2007 ജപ്പാനിലെ ഇഷികാവയിൽ വിചിത്രമായൊരു മഴ പെയ്തു. ആ മഴയിൽ പെയ്തത് വാൽമാക്രികളായിരുന്നു. ജീവനുണ്ടായിരുന്ന ഇവ റോഡിൽ അത്രയും തെന്നി നടന്നു. ഈ മഴ ഉണ്ടാവുന്നതിന് മുൻപ് കാറ്റോ മറ്റോ ഉണ്ടായതായി വാർത്തകളിലൊന്നും ഇല്ലാത്തതിനാൽ മഴയുടെ കാരണം ഇന്നും ആർക്കും അറിയില്ല. മഴ മീൻ മഴ. 2004 അമേരിക്കയിലെ ഷ്രോപ്ഷയർ മേഖലയിലെ നൈറ്റൺ ഗ്രാമത്തിൽ ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി വലിയ കാറ്റും ഇടിമിന്നലും ഉണ്ടായി. പിന്നീട് അവിടെ ഉണ്ടായത് ഉഗ്രൻ മീൻമഴയായിരുന്നു. വെള്ളത്തിന് മുകളിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റില്ലേ, അത് മത്സ്യങ്ങളെ ദൂരേക്ക് പറത്തിക്കൊണ്ടു പോകുന്നതാണ് ഈ മഴയ്ക്ക് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. 2017 കാലിഫോർണിയയിലും ഇതുപോലെ മത്സ്യമഴയുണ്ടായി. പുഴുമഴ. 2007 USA ലൂസിയാനയിൽ മഴ പോലെ പെയ്തത് വിരകളും പുഴുക്കളും ആയിരുന്നു. ആളുകളുടെയും വാഹനങ്ങളുടെയും മേൽ തുരുതുരേ വന്നു പതിച്ച ആ മഴയ്ക്ക് പല കാരണങ്ങളും പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ള വരണ്ട ചതുപ്പിലെ പുഴുക്കൾ വലിയ കാറ്റിൽ പറന്ന് മഴയായി പെയ്തതാണെന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. 1974 മത്സ്യമഴയും ലൂസിയാനയിൽ പെയ്തിട്ടുണ്ട്.